ആകാശവാണി. നിതാന്തം തുടർ നാടകം 5-ാം ഭാഗം. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സന്ധ്യ രാജേന്ദ്രൻ, അനന്തപുരം രവി, സുപർണ ശ്രീധർ, ഐശ്വര്യ നായർ, മഹേഷ് ആർ ജി, മോഹൻ ഐരൂർ, സുരേഷ് പഴവീട്, അർച്ചന ചന്ദ്രൻ, അനീഷ് പി നായർ, ആരോമൽ എസ് എസ്, വിസ്മയ മോഹൻ ആർ എസ്, എം എസ് ശാന്തി, രാധിക നായർ. നിതാന്തം തുടർ നാടകം 5-ാം ഭാഗം. ഹലോ, പ്രവീൺ പറയൂ. എയർ ആംബുലൻസിലല്ലേ? ഓക്കെ. ഒപ്പം ആരും വേണ്ടെന്ന് AMCന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇനി അവരുടെ ടീമാണ്. ഓക്കെ. പിന്നെ ഇതുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നെ അറിയിക്കണ്ട. അതൊക്കെ സൂപ്രണ്ട് മാനേജ് ചെയ്തോളൂ. ഞാൻ കുറച്ച് ദിവസം ലീവാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മാറ്റിവെച്ചൊരു യാത്ര, അത്ര തന്നെ. ഓക്കെ പ്രവീൺ, ഗുഡ് നൈറ്റ്. എന്താ? റോഷ്നിക്ക് സംസാരിക്കണമെന്നോ? പെട്ടെന്ന് കൊടുക്കൂ. റോഷ്നി. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ദിവസം ലീവ് എടുക്കുന്നു. അയാളുടെ കാര്യത്തിൽ നമ്മളിനി വെറീഡ് ആവണ്ട. ഇവിടെ നിന്നും ഡിസ്ചാർജ് ആയല്ലോ, ബാക്കിയൊക്കെ ഉത്തരവാദപ്പെട്ടവർ ചെയ്തോളൂ. ശരി. അല്ല, നോക്ക്, ഇത് സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിയണ്ട. നോ മോർ എക്സ്പ്ലനേഷൻ. ഓക്കെ, ബൈ. എന്താ രാജി ഇത്? നിനക്ക് എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, ആർക്കും ഒന്നും പറ്റാതിരിക്കാനാണ്. ഗുഡ് നൈറ്റ് സുരേഷ്. യാത്രയുടെ കാര്യമൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. രാജി, ഫോൺ എടുക്കൂ. വേണ്ട, ഫോൺ ഓഫാക്കി വെച്ചാ ഇനി ആരും വിളിക്കില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി, അതുകൊണ്ടാണ്. നമുക്ക് നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ. ഹലോ അച്ഛാ, അവളെ വിളിച്ചിരുന്നോ? സ്വിച്ച് ഓഫാണ്. ഇല്ല, ഇവിടെ ഉണ്ട്, ലീവാണ്. അച്ഛൻ രാത്രി എത്തിയോ? അച്ഛൻ അടുത്ത ആഴ്ച എത്തുമെന്ന് പറഞ്ഞു. ഞാൻ അവളോട് അങ്ങോട്ട് വിളിക്കാൻ പറയാം. എനിക്ക് പോകണം. ഒരു സർപ്രൈസ് ഉണ്ട്, അവൾ പറഞ്ഞോ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ശരി അച്ഛാ. രാജി. സുരേഷ്, നിന്റെ ഫോണൊന്ന് ഓണാക്ക്. അച്ഛൻ വിളിച്ചിരുന്നു, അങ്ങോട്ടൊന്ന് വിളിക്ക്. ഞാൻ ഇന്നലെ രാത്രി ഓഫാക്കിയിട്ട് ഓണാക്കിയില്ല. ഓണാക്കാം. അച്ഛനെ വിളിക്കൂ. അമ്മയാണ്, നീ തന്നെ സംസാരിക്ക്. ഹലോ അമ്മേ. സുരേഷ് അല്ല, രാജിയാണ്. എൻ്റെ ഫോണോ? അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒന്നുമില്ല. അമ്മ രാവിലെ ക്ലാസ് തുടങ്ങിയോ? ഇല്ലില്ല, ഞാനിന്ന് ലീവാണ്. വേറൊന്നുമില്ല, വെറുതെ ലീവ് എടുത്തു. സുരേഷിന് പോണം. അമ്മേ, ഞാൻ പിന്നെ വിളിക്കാമേ. ഹലോ അച്ഛാ, സോറി, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അച്ഛൻ നേരത്തെ എത്തിയോ? പ്രോഗ്രാം ചേഞ്ച് ആയോ? സർപ്രൈസ് ഉണ്ട്, ഞാൻ നേരിട്ട് വരാം. ഓക്കെ, അച്ഛൻ റെസ്റ്റ് എടുക്കൂ. പിന്നെ ചെറുപ്പക്കാരനല്ലേ, പോയി റെസ്റ്റ് എടുക്ക് കിളവാ. ഞാൻ പിന്നെ വിളിക്കാം. സുരേഷ് ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ഞാൻ നീണ്ട ലീവല്ലല്ലോ. വേണ്ട, കളിയാക്കണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്ന് ലീവ് എടുക്കൂ. സോറി, ദയവായി എൻ്റെ പ്രൊഫഷണലിൽ ഇടപെടരുത്. പകരം വീട്ടുവാണോ?
അങ്ങനെ പറഞ്ഞാലും ഞാൻ കുലുങ്ങൂല മോനെ. സോറി എന്നും പറഞ്ഞ് വേറെ ബെഡിൽ പോയി കിടക്കില്ല. ഇതേ ഡോക്ടർ രാജശ്രീയാണ്. അച്ഛനും അമ്മയും വാളും പരിചയം കൊണ്ട് ഏറ്റുമുട്ടുമ്പോ നടുക്ക് നിന്ന് മാറ്റങ്ക ചുരുക്കം കൊടുത്ത ചേകോർ കുടുംബത്തിൽ പിറന്നവൾ. അല്ലാതെ രാജശേഖരൻ മാഷിന്റെ ഷർട്ടിന്റെ അതേ നിറത്തിലുള്ള സാരി മാത്രം ഉടുക്കുന്ന സരസ്വതി ടീച്ചറിന്റെ മകൻ സുരേഷ് അല്ല പെട്ടെന്ന് പിണങ്ങാൻ. അതുകൊണ്ട് ഞാൻ ഇടപെടും. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുരേഷ് രാജ് ഇന്ന് ഓഫീസിൽ പോണില്ല. പോയാൽ ഇന്ന് ISROയിൽ ഒരു പെൺ ബോംബ് പൊട്ടും. അതുകൊണ്ട് മക്കൾ അകത്ത് പോയി ഒരു ഉഗ്രൻ ചായയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് നൽകി ഈ പ്രഭാതം സുന്ദരമാക്കൂ. എനിക്ക് മനസ്സില്ല. കേരളത്തിലെ നമ്പർ 1 കാർഡിയോളജിസ്റ്റിനോടാണ് പറയുന്നത്. നിനക്കേ ഹൃദയത്തെക്കുറിച്ചേ അറിയൂ, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് അറിയില്ല. എങ്കിൽ ഇങ്ങനെ പെരുമാറില്ല. ഓ, അപ്പൊ സീരിയസ് ആണോ? അതെ. സുരേഷിന് എന്നെ ഇതുവരെ മനസ്സിലായില്ലല്ലേ? ഇതുവരെ അറിഞ്ഞ രാജിയല്ല ഞാൻ ഇന്നലെ രാത്രി കണ്ടത്. വർഷങ്ങളായി ഞാൻ തെരഞ്ഞ ഒന്നിനെ, ഒരു മൃഗത്തെ കണ്ടതിനാലാണ് സുരേഷ് ഒരു പുതിയ രാജിയെ ഇന്നലെ കണ്ടത്. മനസ്സിലായില്ല. ഒരു ദിവസം രാവിലെ സ്കൂൾ ബസ്സിൽ കയറിപ്പോയ കുട്ടി അന്ന് വൈകുന്നേരം മറ്റൊരു വീട്ടുമുറ്റത്തിറങ്ങുമ്പോൾ അവളോട് പറയുന്നു, ഇന്നലത്തെ നമ്മുടെ വീടല്ല ഇനിയത്തെ വീടെന്ന്. കാരണമറിയാൻ മോൾക്ക് പ്രായമായില്ലെന്ന് പറയുമ്പോൾ, പിന്നെ കോടതി മുറിയിൽ കറുത്ത നിഴലുകൾ പൊരുതിച്ചാകുമ്പോൾ, അറിയാത്ത ഉത്തരങ്ങൾ ചോദിച്ചറിയാതെ പഠിച്ചു പറയുമ്പോൾ, ഇതിനെല്ലാം കാരണം ഒരുത്തന്റെ സ്വാർത്ഥതയാണെന്നറിയുമ്പോൾ, പിന്നെ നമ്മൾ അവനെയാകും തിരയുക. ആ തെരച്ചിലായിരുന്നു വർഷങ്ങളോളം. അവനെ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ അതുവരെ അടക്കി വെച്ച ക്രോധം നമ്മളെ മറ്റൊരാളാക്കും. അത് നമ്മുടെ എല്ലാ രീതിയെയും മാറ്റും. എന്താ രാജി പറയുന്നേ? സുരേഷിന് അറിയോ അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആയത് എങ്ങനെയാണെന്ന്? ഇല്ല, ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഇനിയൊട്ട് അറിയാനും താല്പര്യമില്ല. ഏതായാലും വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു സംഭവം. ഒരുപക്ഷെ രണ്ടുപേരും ഇപ്പോൾ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാവും. എത്ര വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതത്തിന്റെ കരുതലാണ്. അപ്പുറവും ഇപ്പുറവും വിരലുകൾക്ക് നടുവിൽ നടന്നു വളർന്ന സുരേഷിന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴും അനാഥരായി കഴിയുന്ന എന്നെപ്പോലെയുള്ള ആയിരങ്ങളുണ്ട്. ആ മത്സരത്തിനിടയിൽ ചതഞ്ഞരഞ്ഞു പോകുന്നത് ജീവിത കൽപ്പനകളാണ്. അതിനുള്ള കാരണം ഒരുവന്റെ വഴിവിട്ട മോഹമാണെങ്കിലോ അവനെ തേടി നടന്ന ഒരു മനസ്സിന്റെ പ്രതികാരമായിരുന്നു ഇന്നലെ കണ്ടത്. ആരാണ് അയാൾ? വിനോദ് നാഥ്. ഈ പേര് നല്ല പരിചയമായിരുന്നു. അമ്മയുടെ കൾച്ചറൽ പ്രോഗ്രാമിനായി ഒരു ബ്രോഷർ തയ്യാറാക്കാൻ പഴയതൊക്കെ ഞാനും ദേവിയും കൂടെ പരതുമ്പോൾ കിട്ടിയൊരു ഫോട്ടോയിൽ നിന്നാണ് എന്നെ തണലില്ലാത്തിടത്തേക്ക് പിരിച്ചു നട്ടത് ഈ കൊടും ക്രൂരന്റെ കൈയാണെന്ന് മനസ്സിലായത്. ഗൂഗിളിലുണ്ട് ബാക്കി വിശേഷങ്ങൾ. പത്മശ്രീ വിനോദ് നാഥ്. അതെങ്ങനെ? കൽക്കട്ടക്കാരനായ അയാൾ ഈ നാട്ടിൽ, അതും നിങ്ങളുടെ ജീവിതത്തിൽ? പല രാത്രികളിലും അച്ഛനോട് വഴക്കിടുന്ന അമ്മയുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണരുന്നത്. ചിലപ്പോ ക്രോധം കൊണ്ട് തുള്ളുന്ന അമ്മയുടെ രൂപം, ചിലപ്പോ എന്നെ ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മ. അരികിൽ എപ്പോഴും പ്ലീസ് മോൾ ഉണരും എന്ന യാചനയോടെ നിൽക്കുന്ന അച്ഛൻ. ഒരിക്കലും അച്ഛൻ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല. എപ്പോഴും ഞാൻ ഉണരാതിരിക്കാൻ, ഞാൻ അറിയാതിരിക്കാൻ പാവ അച്ഛൻ നിശബ്ദനായി നിൽക്കുന്ന കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് അച്ഛൻ്റെ ഒറ്റപ്പെട്ട ജീവിതം വല്ലാതെ വേദനയാകുന്നത്. അപ്പോ നീ പറയുന്നത് അമ്മയുടെ മാത്രം തെറ്റാണ് ഈ സെപ്പറേഷൻ എന്നാണോ? അങ്ങനെയല്ല. ഇയാൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ താളം പിഴപ്പിച്ചവനാണ്. എന്റെ അമ്മയുടെ ചിലങ്കയുടെ നാദം നിലപ്പിച്ചവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കെയർ ചെയ്യാത്തത്. ഒരുപക്ഷെ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് ഞാൻ അറിയാതെയെങ്കിലും ഇയാളോടുള്ള വെറുപ്പ് തികട്ടി വന്നാൽ അതെനിക്ക് ഓർക്കാൻ വയ്യ. ഒരു ഡോക്ടറാവാൻ ഞാനെടുത്ത പ്രതിജ്ഞ പോലും ചിലപ്പോൾ മറന്നുപോകും. അതുകൊണ്ടാണ് ഈ ദുരന്ത ജന്മത്തെ ഞാൻ ഒഴിവാക്കിയത്. ഇനി പറ, ഞാൻ എന്ത് വേണമായിരുന്നു? രാജി, മനുഷ്യർ വ്യത്യസ്തരാകുന്നത് പോലെ ചിന്തകളും വ്യത്യസ്തമാകുന്നു. നീ നിന്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. എനിക്കൊട്ടും അറിയാത്തൊരു ജീവിതം. ഒരേ ഗന്ധമുള്ളവരാണ് എൻ്റെ ഓർമ്മയിലെ അച്ഛനും അമ്മയും. എനിക്ക് പലപ്പോഴും തോന്നും ഇവരുടെ ശ്വാസത്തിന് പോലും ഒരേ താളമാണോ എന്ന്. അങ്ങനെയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകനായി വളർന്ന എനിക്ക്
നീ പറഞ്ഞതെല്ലാം അപരിചിതമാണ്. സോ വി സ്റ്റോപ്പ് ദിസ് മാറ്റർ. അപ്പോൾ ഇനി എന്താ ഇന്നത്തെ പരിപാടി? കുറേ നേരം എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് വെറുതെ ഇരിക്കണം. തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത ശാന്തത. മഴ പെയ്ത മാനത്തിൻ്റെ ശൂന്യത. നിതാന്തം തുടർ നാടകം 5-ാം ഭാഗം സമാപിക്കുന്നു. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: രാജശ്രീ, സുപർണ ശ്രീധർ, സുരേഷ്, മഹേഷ് ആർ.ജി, സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ, വി എൻ ദീപ. ഈ നാടകത്തിന്റെ 6-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.